ഭാര്യയുടെ പേരിലേക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ ടാക്സ് സേവ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഹായ്, ഞാൻ മെൽവിൻ ജോസഫ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. നമുക്കിത് റിയൽ ആയിട്ട് നടന്ന ഒരു സംഭവത്തിലൂടെ മനസ്സിലാക്കാം. എനിക്കറിയാവുന്ന ഒരു ആളുടെ ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആളുടെ പേരിലുള്ള ഒരു പ്രോപ്പർട്ടി ഭാര്യയുടെ പേരിലേക്ക് മാറ്റുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തത്. ഭാര്യയുടെ പേരിലേക്ക് പ്രോപ്പർട്ടി മാറ്റുന്നതിലൂടെ അദ്ദേഹത്തിന് ഹയർ ടാക്സ് ലാബിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഇത് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ലീഗലായിട്ട് തോന്നാം. അതായത് പ്രോപ്പർട്ടി ഭാര്യയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഇൻകം വരേണ്ടത് ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ്. എന്നാൽ ഇൻകം ടാക്സ് ആക്ട് നിയമപ്രകാരം ഇത് ലീഗലാണോ? ഭാര്യയുടെ പേരിലേക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഇൻകം ടാക്സ് ആക്ട് നിയമപ്രകാരം അഡ്വക്കേറ്റ് കൺസിഡറേഷൻ ഇല്ലാണ്ട് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലേക്ക് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ ആഡ് ചെയ്ത് അതിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. നമ്മൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ പലതും ലീഗലായി തോന്നാം. എന്നാൽ ഇൻകം ടാക്സ് ആക്ടിൽ ഇതിൽ ചില കുരുക്കുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. ഇതുപോലെയുള്ള കണ്ടന്റ്സിനായി ഫോളോ ചെയ്യൂ.